ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. NDAയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹന്തയ്ക്ക് കനത്ത മറുപടി കൊടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒറ്റക്കെട്ടായ തീരുമാനം. BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ മോദി സർക്കാരിലേതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും നിങ്ങൾക്ക് ഞങ്ങൾ നൽകില്ല, ഞങ്ങളുടെ ഔദാര്യത്തിന് പോലും നിങ്ങൾ അർഹരല്ല എന്ന മട്ടിൽ കേവല അഹന്തയുമായി സ്വന്തം നിലയ്ക്ക് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും ഒക്കെ തീരുമാനിച്ച് എന്നത്തെയും പോലെ മുന്നത്തെ പോലെ അങ്ങനെ ഏകാധിപത്യ പ്രവണതയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു NDAയും മോദിയും സംഘവും നടത്തിയത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തുകയായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എന്ന മാവേലിക്കരയുടെ പൊന്നോമനയായ മലയാളികളുടെ പ്രിയങ്കരനായ MP ആണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ഓം ബിർളയാണ്. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭയെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഏടായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നറിഞ്ഞ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും ഒക്കെ ശ്രമിച്ചു. കാരണം ഞെട്ടിക്കുന്നൊരു തീരുമാനം. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഒന്നാം മോദി സർക്കാരിന്റെ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുത്തിരുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവരങ്ങെടുത്തു. കാരണം അന്ന് ഇന്ത്യ മുന്നണിയില്ല, പ്രതിപക്ഷ ഐക്യമില്ല, എല്ലാവരും ചിതറിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. തോന്നിയവാസം കാണിക്കാമായിരുന്നു BJPക്ക്. പക്ഷെ ഇത്തവണ ഇത് നടക്കില്ല എന്ന ഉറച്ച സന്ദേശമാണ് പ്രതിപക്ഷം നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാം. ऑपोजिशन ने क्लियरली कहा है, राजनाथ सिंह जी का खारगे जी को फोन आया, राजनाथ सिंह जी ने खारगे जी से कहा देखिए आप हमारे स्पीकर को सपोर्ट कीजिए। ऑपोजिशन, पूरी ऑपोजिशन ने कहा है, हमने सब के सब से बात की है, पूरी ऑपोजिशन ने कहा है कि हम स्पीकर को सपोर्ट करेंगे, मगर कन्वेंशन ये है कि डेप्यूटी स्पीकर ऑपोजिशन को मिलना चाहिए। राजनाथ सिंह जी ने कल शाम कहा था कि वो खारगे जी को कॉल रिटर्न करेंगे। अभी तक राजनाथ सिंह जी ने खारगे जी का कॉल रिटर्न नहीं किया है। तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो, और फिर हमारे नेता को इंसल्ट करा जा रहा है, तो नियत साफ नहीं है। നോക്കൂ, രാഹുൽ ഗാന്ധി പറയുന്നതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ന്യായമായ അവകാശമാണ് കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്നത്. അത് നൽകിയാൽ നിങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന് മല്ലികാർജുൻ ഖാർഗെ രാജ്നാഥ് സിംഗിനോട് പറഞ്ഞു. എന്നാൽ ഇതുവരെ രാജ്നാഥ് സിംഗ് അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്, കൃത്യമായ മറുപടി നൽകുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ NDA ജയിച്ചേക്കാം, കാരണം അവർക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ട്. പക്ഷെ TDPയുടെയും JDUവിൻ്റെയും അതുപോലെ മറ്റ് സ്വതന്ത്രരുടെയും ഘടകകക്ഷികളുടെയും ഒക്കെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ JDUവും TDPയും ഒന്നും പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അവർ വിട്ടുനിന്നാൽ പോലും ചിലപ്പോൾ അത് BJPക്ക് തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്വതന്ത്ര MP-മാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നിർണായകമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്ന സാഹചര്യം വന്നാൽ പിന്നെ അവിടെ തീർന്നു കാര്യങ്ങൾ എന്ന് NDA മുന്നണി കരുതിയാൽ മതി. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ മുന്നണി തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു തീരുമാനമുണ്ടല്ലോ, ഇങ്ങനെ മത്സരിക്കാനുള്ള ഒരു തീരുമാനം, അത് മോദിക്കും പ്രതിപക്ഷത്തിനുമുള്ള കനത്ത തിരിച്ചടി തന്നെയാണ്, ഒരു വലിയ വെല്ലുവിളിയാണ്, മുന്നറിയിപ്പാണ്, സംശയം വേണ്ട. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലുന്ന അതേ സമയത്ത് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ എന്താണ് ചെയ്തത്? ഭരണഘടന ഉയർത്തിക്കാട്ടുകയായിരുന്നു. ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലായിടത്തും ഉയർത്തിക്കാട്ടിയ അതേ പതിപ്പ്. ഭരണഘടനയെ ഈ രാജ്യത്ത് നടക്കൂ, നിങ്ങളുടെ ഘടന ഇവിടെ നടക്കില്ല, നിങ്ങളുടെ പുസ്തകം ഇവിടെ പഠിപ്പിക്കാൻ നോക്കണ്ട എന്ന കൃത്യമായ താക്കീതാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും നൽകിയത്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കാനും മത്സരിക്കാനും നിങ്ങളോട് പോരടിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചേർന്നെടുത്ത ഈ തീരുമാനം.
ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തോറ്റു എന്ന് കരുതുക, തോൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഘടന, NDAയുടെ ഘടന അങ്ങനെയാണ്, അവർക്ക് കൂടുതൽ അംഗങ്ങളുണ്ട്. പക്ഷേ തോറ്റാലും ഇത് ഒരു വലിയ തുടക്കമായിരിക്കും. അതായത് BJP പറയുന്നത്, NDA പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അത് എളുപ്പത്തിൽ അങ്ങ് നടപ്പായി പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോൾ മുതൽ ലോക്സഭയിലില്ല എന്നു തന്നെയാണ് പ്രതിപക്ഷം നൽകുന്ന മുന്നറിയിപ്പ്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷം, ആദ്യ ലോക്സഭാ സെഷനിലേക്ക് കടന്നതിന് ശേഷം പ്രതിപക്ഷം കുറെ കൂടി കരുത്താർജിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ നീക്കങ്ങൾ. ഇതോടൊപ്പം തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക്സഭയിൽ ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി മോദിയെയും സംഘത്തെയും കാത്തിരിക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം, BJPയെ കാത്തിരിക്കുന്നത്, മോദിയെ കാത്തിരിക്കുന്നത്, NDAയെ കാത്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ ഒഡീഷയിൽ നിന്നുള്ള ബിജു ജനതാദൾ 9 രാജ്യസഭാ അംഗങ്ങളുള്ള പാർട്ടിയാണ്. അവർ രാജ്യസഭയിൽ കഴിഞ്ഞ 2 ടൈമുകളിലും BJPക്ക് നൽകി പോന്ന പിന്തുണ നിരുപാധികം പിൻവലിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ് ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല, അതിനുള്ള മറുപടി ഞങ്ങൾ തരും എന്നാണ് അവർ പറയുന്നത്. ഒഡീഷയിൽ ഈ ബിജു ജനതാദളിനോട് വലിയ ചതി ചെയ്തു BJP എന്നും BJP അവിടെ വലിയ ഒറ്റക്കക്ഷിയായി വളരാനുള്ള ശ്രമം നടത്തിയെന്നും നവീൻ പട്നായിക്കിനെയൊക്കെ വലിയ തോതിൽ അപമാനിച്ചു എന്നതടക്കമുള്ള നിരവധി വാദങ്ങൾ മുൻനിർത്തിയാണ് ഇവർ പിന്മാറാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇന്നലെയാണ് അവർ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ബിജു ജനതാദളും ആന്ധ്രയിൽ നിന്നുള്ള YSR കോൺഗ്രസും അതുപോലെ തന്നെ AIADMKയും ഒക്കെ അടക്കം ഏതാണ്ട് ഒരു 29 രാജ്യസഭാ സീറ്റുകൾ NDAയ്ക്ക് BJP ഇതര കക്ഷികളുടേതായുണ്ട്. അതിൽ YSR കോൺഗ്രസ് പിന്മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്, BJD ഇപ്പോൾ പിന്മാറി, അതുപോലെ AIADMKയുടെ 3 സീറ്റ് അതും നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടമാകാനുള്ള എല്ലാ സാധ്യതയും BJPക്ക് മുന്നിൽ തെളിയുകയാണ്, അല്ലെങ്കിൽ NDAയ്ക്ക് മുന്നിൽ തെളിയുകയാണ്. അതും മറ്റൊരു ഭീഷണിയായി NDAയ്ക്ക് മുന്നിലുണ്ട്, BJPക്ക് മുന്നിലുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ ഈ പാർലമെന്റിനുള്ളിൽ എന്തും ചെയ്യുമായിരുന്ന, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാമായിരുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ബില്ലുകൾ പാസ്സാക്കുകയോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരിച്ചതൊക്കെ നടപ്പാക്കിയെടുക്കുകയോ ഒക്കെ ചെയ്തിരുന്ന BJPക്ക് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തിന്റെ നിർണായകമായ ഒരു ഇടപെടലാണ് ഇവിടെ കണ്ടത് എന്ന് മാത്രമല്ല, പ്രോട്ടൈം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷിനാണ് അർഹതയുള്ളത്. 8 തവണ തുടർച്ചയായി വിജയിച്ചു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രോട്ടൈം സ്പീക്കറായി നിയമിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പ്രോട്ടൈം സ്പീക്കർ പദവി നൽകേണ്ടിയിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനാണ്. പക്ഷേ അതിന് വിരുദ്ധമായി മറ്റൊരാൾക്ക് പദവി കൊടുത്തതിലെ രാഷ്ട്രീയവും കോൺഗ്രസും പ്രതിപക്ഷവും ചോദ്യം ചെയ്തിരുന്നു. അതിനും കൂടിയുള്ളൊരു മറുപടി എന്ന നിലയിലാണ് കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ സ്പീക്കറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ JDUവും TDPയും അടക്കമുള്ള ഘടകകക്ഷികളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വതന്ത്രരായി നിൽക്കുകയോ ചെയ്യുന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ BJPക്ക് ഒരു വീഴ്ചയോ തിരിച്ചടിയോ ഉണ്ടായാൽ അത് NDA മുന്നണിയുടെ പതനത്തിലേക്ക് കാര്യങ്ങളെ നയിക്കും, കുറെ കൂടി വേഗത്തിലാക്കും. കാരണം TDPക്കും JDUവിനും ഒക്കെ ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്കത് കിട്ടിയില്ല എന്ന പരാതി നിലനിൽക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായും TDP സ്പീക്കർ പദവിക്ക് വേണ്ടി ചോദിച്ചിരുന്നു, ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞിരുന്നു, അതും BJP അംഗീകരിച്ചില്ല എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘടകകക്ഷികൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി NDAയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുകയോ ചെയ്താൽ കളി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറെ കൂടി പ്രതിരോധത്തിലേക്ക് മോദിയും സംഘവും പോകും. എന്തായാലും പാർലമെന്റിൽ ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല. അതിശക്തമായ ഇടപെടലുകളും തിരിച്ചടികൾ BJPക്ക് കൊടുക്കുന്ന വിധത്തിലുള്ള നടപടികളുമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. എളുപ്പത്തിൽ അങ്ങനെ എന്തും ചെയ്ത് തോന്നിയതുപോലെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല എന്ന് തെളിയുന്ന വിധത്തിലാണ് ഈ മത്സരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത്. ഇത് മോദിക്കും BJPക്കും ഒക്കെയുള്ള ഒരു വലിയ വെല്ലുവിളിയുടെ ആരംഭമാണെന്ന കാര്യത്തിൽ സംശയമില്ല.